അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 8ാം ക്ലാസ്സിലെ തസ്കിയ ഒന്നാമത്തെ പാഠം ഹബ്ലും മിൻ മസദ് എന്ന ആ പാഠത്തിൻ്റെ ഖുറാസയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ വായിക്കാനാണ്. ഖുറഉ വായിക്കണം. തബ്ബ യതുബു തബാബ് മാളി മുളാരി മസ്ദർ. കസബ യക്സിബു കസ്ബ്. സ്വഇദ യസ്അദു സുഊദ്. ഖസിറ യഖ്സറു ഖുസ്റാൻ. ഹമല യഹ്മിലു ഹംൽ. തൊറഹ യതുറഹു തുറഹ്. ഇതൊക്കെ മാളി എൻ്റെ മുളാരി എങ്ങനെ വരിക, മസ്ദർ എങ്ങനെ വരിക എന്ന് നമ്മൾ ചൊല്ലി പഠിക്കണം. അല്ലാഹു അനുഗ്രഹിക്കണം. വെറുതെ പഠിയൂല കേട്ടോ, കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിൽ തന്നെ പഠിയുള്ളൂ. ഇനി നമുക്കിവിടെ കാണുന്നത് നക്തുബു കമാ ഫിൽ മിസാലി ബിസ്തിബ്ദാലി മാ തഹ്തഹു ഖത്ത്. അടിവരയിട്ട പദത്തുണ്ടല്ലോ, ഈ അടിവരയിട്ട പദം, ആ പദങ്ങൾ മാറ്റിയിട്ട് പകരം വേറെ പദം കൊണ്ട് ഏതെങ്കിലും പദം കൊണ്ടുവരുന്നത്. ഈ അബുക്കെ ഉള്ള പദം കൊണ്ടുവരണം, അബു. അപ്പോഴേ നമുക്ക് അവിടെ എങ്ങനെ വരുമെന്ന് മനസ്സിലാകുള്ളൂ കേട്ടോ. ഇത് പേര് മാറ്റിയിട്ട് കാല അബൂലഹബ് മാറ്റി നിങ്ങൾ പേര് കൊടുത്താൽ ഒരു അർത്ഥമല്ല. പറയും ഈ പദം മാറ്റുമ്പോൾ ഈ പദത്തിന് യോജിപ്പുള്ള പദം മാറ്റണം. അതാണ് അടിയിൽ വരയിട്ട പദങ്ങൾ മാറ്റി ഉദാഹരണത്തിലോ ഉള്ളതുപോലെ നമുക്ക് ചേർക്കണം, എന്തെങ്കിലും ചേർക്കരുത് കേട്ടോ. അപ്പോൾ കാല അബൂലഹബിൻ തബ്ബല്ലക്ക്. അബൂലഹബ് പറഞ്ഞു തബ്ബല്ലക്ക്. ഇവിടെ അബു ഫായിലാണ്, ഇത് മുളാഫിൻ ഇലൈഹിയാണ്. അപ്പോൾ കാല അബൂ ജഹ്ലി തബ്ബല്ലക്ക്. അബൂ ജഹ്ലി തബ്ബല്ലക്ക്. കാല അബൂ സുഫിയാന തബ്ബല്ലക്ക്. കണ്ടോ അബു. അപ്പോൾ അവിടെ ഫായിലാണ്, വാവു കൊണ്ടാണ് റഫ് അല്ലേ, അസ്മാഉൽ ഹുസ്നയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ അബു എന്ന് വായിക്കണം. ഇവിടെ ഇപ്പോൾ വാവു കൊണ്ടാണ് ഈ ഫായിലിൻ്റെ കാലിൻ്റെ ഫായിലിൻ്റെ റഫ്. ഇവിടെയും കാലിൻ്റെ ഫായിലിന് വാവു കൊണ്ടാണ് റഫ്. ഇനി മാത്തത്തു ഉമ്മു ജമീലിൻ. മാത്തത്തു ഉമ്മു ജമീലിൻ. ഉമ്മു ജലീല് മരണപ്പെട്ടു. ഇത് നമുക്കിവിടെ ഉമ്മു മുളാഫാണ്, ജമീൽ മുളാഫിൻ ഇലൈഹിയാണ്. ഇവിടെ തെൻവീൻ ഉമ്മു എന്ന് പറയാൻ പാടില്ല. ഉമ്മു ജമീലിൻ, ഉമ്മു ജമീലിൻ. മുളാഫ് മുളാഫിൻ ഇലൈഹി ആയിട്ട് മുളാഫിൽ തെൻവീൻ ഉണ്ടാകാൻ പാടില്ല. ഹർക്കത്തൊക്കെ ഇറാബൊക്കെ മുമ്പത്തുമാർക്ക് തന്നെ, പക്ഷെ മുളാഫിൻ ഇലൈഹിക്ക് ജറായിരിക്കണം. അതിൽ എന്ത് ചെയ്യുക, തെൻവീനൊക്കെ ഉണ്ടാകാം. ഇവിടെ തെൻവീൻ ഉണ്ടാകാൻ പാടില്ല. ഉമ്മു എന്ന് പറയാം. മാത്തത്തു ഉമ്മുൻ ജമീൽ എന്ന് പറയാൻ പാടില്ല. ആ മാത്തത്തു ഉമ്മു ഖദീജത്തി. പിന്നെ മാത്തത്തു ഉമ്മു ജുവൈരിയ. ഇതുണ്ടോ ഇവിടെ കണ്ണങ്ങൾ ഉമ്മു തെൻവീൻ ഇല്ലാണ്ട് ഇത് ഉമ്മു വന്നു കേട്ടോ. അല്ലാതെ അസ്മൗസത്തെ ആയതുകൊണ്ടല്ല, അത് ഇവിടെ വാവ് കൊണ്ടാണ് റഫ് കൊടുത്തത്. ഇവിടെ ലമ്മത്ത് കൊണ്ട് തന്നെയാണ് റഫ്. പിന്നെ 3 അസ്ലമ മുഅത്തിബ് ബിൻ അബീ ലഹബിൻ. മുഅത്തിബ് ബിൻ അബൂ ലഹബ് മുസ്ലിമായി. നമുക്ക് ആരും പറയാം അസ്ലമ മുആവിയത്തു ബിൻ അബീ സുഫിയാൻ. ഇവിടെ മുആവിയ അണ്ണങ്ങൾ ഇത് നാഖിസായ ഫീൽ ഇസ്മല്ല. ഉണ്ടോ, ഇത് ശരിക്കും സാധാ ഇസ്മാണ്. ആ ശരിക്കും ലമ്മത്ത് കൊണ്ട് തന്നെ റഫ് ചെയ്ത് മുആവിയ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്ത്. പക്ഷെ അത് ഇതിൻ്റെ വസിഫത്തായിട്ട് ഇബിനു വന്നു. അപ്പോൾ അതിന് റഫ് തന്നെ കൊടുത്തു. ഇബിനു ഇവിടെ ഇബിനു എന്ന് പറയണം, ഇബിനി എന്നല്ല അറിയാം. മനസ്സിലാകുന്നുണ്ടോ? അതേമാതിരി നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ മുആവിയത്തു ബിനു അബിൻ അബീ സുഫിയാൻ. ഇത് മുളാഫാണ്, ഇത് മുളാഫിലെയാണ്. ഇവിടെ എന്തുണ്ട്, തെൻവീൻ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ തെൻവീൻ ഉണ്ടാകാൻ പാടില്ല. ബിനുന് ഇവിടെ പോകാൻ തന്നെ ഇബിനുൻ. അസ്ലാം മുആവിയത്തു ബിനു എന്ന് പറയാൻ പാടില്ല. അങ്ങനെ അത് നോക്കണം. പണ്ഡിതന്മാർ ഉദാഹരണം ഉണ്ടാക്കാൻ പറയുമ്പോൾ എന്തെങ്കിലും ഒന്നും ആവില്ല. നല്ല ശ്രദ്ധിച്ച് ചെയ്യാം. തഹ്മിലു ഇംറാത്തു അബീ ലഹബിൻ അശ്ശൗഖ. അബൂലഹബിൻ്റെ പെണ്ണുങ്ങൾ മുളകല്ല, എന്താണ് അറിയാ, പിറകെ ചുമക്കും. അപ്പോൾ തഹ്മിലു ഇംറാത്തു അബീ ജഹ്ലിൻ അശ്ശൗഖ. ഇംറാത്തു ഫായിലാണ്. അപ്പോൾ ഇംറാത്തു റമ്മത്തുനെ റഫ് ചെയ്തു. പിന്നെ അബി എന്ന് മുളാഫിൻ ഇലൈഹിയാണ്. ഇവിടെ അല്ല യാ കൊണ്ടാണ് ജറ്. കണ്ടോ ഇവിടെ കസറത്ത് കൊണ്ടല്ല ജറ്. എന്തുകൊണ്ട്? അസ്മാഉ സിത്തയാണ്. അസ്മാഉ സിത്തയിൽ വാവ് കൊണ്ട് റഫ് ആണെങ്കിൽ കസറത്ത് കൊണ്ടാണ് ജറ്. കണ്ടോ അസ്ലമ ഇബ്നു അബീ ബക്കർ. ഇവിടെ ഇംറാത്തു അബി, പിന്നെ ഇംറാത്തു അബി അമാൻ. പിന്നെ യദുഖുലു അബൂ ജഹ്ലിൻ നാർ. യദുഖുലു അബൂ ഖാലിദിൻ അന്നാർ. ഇവിടെ അബു വാവ് കൊണ്ട് റഫ്, അതേമാതിരി വാവ് കൊണ്ട് റഫുള്ള പദം കൊടുക്കുക കേട്ടോ.
ജഹീലും. ഓക്കെ, ഇനി അറിയാതെ രണ്ടുണ്ടായിക്കണത് മരുങ്ങൊക്കെ ഉണ്ടാക്കാം. ഇനി അർത്ഥം പറയാനാ, അർത്ഥം പറയാനുള്ള പദങ്ങളാണ്. 6-8 പദങ്ങളുണ്ട് അർത്ഥം പറയാൻ. ലഹുബുൻ ജ്വാല, മസദുൻ പിരിച്ച ഈത്തപ്പഴനാര്, അബ്ശൗ ഏറ്റവും മോശം, മുഇദ്ദുൻ പകരുന്ന, ഹതബുൻ വിറക്, ഷൗക്കുൻ മുള്ള്, അഫ്ലൗ ഏറ്റവും ഭയങ്കരം, ഖനഖുൻ ഞെരുക്കുക, ഞെരിക്കുക, ഞെക്കുക എന്നൊക്കെ പറയും. നക്തശിഫുൽ ഇജാബാത്ത് തീനാട്ടോ, ഇത് തീന, തൂന്നയിക്കുന്നത് തെറ്റാണ്. അതൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും. അതിപ്പോൾ നിങ്ങൾക്കും സംഭവിക്കും, അതെല്ലാവർക്കും സംഭവിക്കും തെറ്റുകളൊക്കെ. മനുഷ്യന്മാരെ കൂടേണ്ട പറപ്പാണെന്ത് തെറ്റ് പറഞ്ഞാൽ. ഒരാളെ തെറ്റുമ്പോൾ നമുക്ക് ആക്ഷേപിക്കാൻ പാടില്ല. അപ്പം അങ്ങനത്തെ 10 കൊണ്ട് അള്ളാഹ് നമ്മളെ പരീക്ഷിക്കും. ഉത്തരങ്ങൾ കണ്ടെത്താം. ലി സൂറത്തിൽ മസദി സലാസത്തു അസ്മാഇൻ മാഹിയ. സൂറത്തുൽ മസദിന് 3 പേരുകളുണ്ട്. ഏതാണവ? സൂറത്തുൽ മസദ്, സൂറത്തു തബ്ബത്ത്, സൂറത്തു അബീ ലഹബ്. 2 മാ സബബു നുസൂലി ഹാദിഹി സൂറ. ഈ സൂറത്തിൻ്റെ അവതരണത്തിൻ്റെ കാരണം എന്താണ്? ഈ കളർ കൂട്ടിയ ചെറിയ അക്ഷരം നിങ്ങൾ ബുക്കിൽ എഴുതണ്ട. അതതിൻ്റെ അർത്ഥമാണ്. നബി തങ്ങളോ അബൂലഹബോ തബ്ബല്ലക്ക എന്ന് പറഞ്ഞ് നബി തങ്ങളെ നബീന്നില്ല കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞപ്പെട്ടത് തന്നെ. അത് പറയുമ്പോഴാണ് നബി തങ്ങളെ അബൂലഹബ് തബ്ബല്ലക്ക എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോൾ. അടുത്ത ചോദ്യം 2. സുമിയ്യത്തു ഇംറഅത്തു അബീ ലഹബിൻ ഹമാലത്തുൽ ഹത്വബ് ലിമാ. അബൂലഹബിൻ്റെ പെണ്ണിനെ വിറക് ചുമക്കുന്നവൾ എന്ന് വിളിച്ചു. എന്തിനാ വിളിച്ചത്? ഓളെ അബൂലഹബിൻ്റെ ഭാര്യയെ വിറക് ചുമക്കുന്നവൾ എന്നാണ് വിളിച്ചത്. എന്തുകൊണ്ട്? ഖുർആൻ അങ്ങനെയല്ലേ വിളിച്ചേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്ന വഴിയിൽ മുള്ളുള്ള വിറകുകൾ കൊണ്ടുപോയിട്ടത് കൊണ്ട്. അങ്ങനത്തെ വേലയാ അവൾ ചെയ്തത്. കാട്ടിൽ പോയി വിറക് ശേഖരിക്കും, ആളുകളെ കൊണ്ട് വിറക് കൊണ്ടുവരിക്കും, മുള്ളുള്ള എന്നെ കൊണ്ടുവരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുന്ന വഴികളിലൊക്കെ കൊണ്ടുപോയിടും, കാലുമ കുത്താൻ വേണ്ടിയിട്ട്, എങ്ങനെയെങ്കിലുമൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ട്. കുടുംബല്ലേ, പരസ്യമായി ആക്രമിക്കാൻ പറ്റൂലല്ലോ, രഹസ്യമായിട്ട് ആക്രമിക്കുക. പക്ഷെ അള്ള കൊടുത്ത പേര് ഹമ്മാലത്തുൽ ഹത്വബ്, വിറക് ചുമട്ടുകാരി കേട്ടോ. പിന്നെ മാത അബൂലഹബിൻ അബ്ശഅമീതത്തിൻ കൈഫ കാനത്ത് മീതത്തുഹു. അബൂലഹബ് ഏറ്റവും മോശം മരണമാണ് മരിച്ചത്. അവൻ്റേത് എങ്ങനെയുള്ള മരണമായിരുന്നു? ബദർ യുദ്ധം കഴിഞ്ഞ് 7-ാം ദിവസം, ബദർ യുദ്ധം കഴിഞ്ഞ് 7-ാം രാത്രി കൊണ്ട് തന്നെ അബൂലഹബിന് മാരകമായ രോഗം പിടിപെടുകയും ദുർഗന്ധം വമിച്ചു മരിച്ചു. മാരകമായ രോഗം കുറേ പറയുമ്പോൾ ഇതാ സ്ഥലം ഉണ്ടാവില്ല, അതൊക്കെ ചുരുക്കി എഴുതിയത്. ആ ബുക്കിൽ കൊള്ളും വേണ്ടേ. 5 കൈഫ കാന ഹലാക്കു ഉമ്മി ജമീൽ. എങ്ങനെയാണ് അവൻ്റെ ഭാര്യ ഉമ്മു ജമീലിൻ്റെ മരണം? എങ്ങനെയാണ് ഉമ്മു ജമീൽ എങ്ങനെയാണ് നശിച്ചത്? ഹലാക്ക് എന്നാ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ ഹബീബാണ്. ഹബീബിനെ തൊട്ടാൽ അള്ളാഹ്ക്ക് ദേഷ്യം. എനിക്കും അങ്ങനെ തന്നെയല്ലേ. ചിലപ്പോൾ എന്നെ കാട്ടിയ കുഴപ്പമില്ല, ഷോനെ കാട്ടാൻ പറ്റൂല, കാണാൻ അറിയും പറയും. അതാണ് അവിടെ. എത്ര ആളുകളാണ് അള്ളാഹ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, അള്ളാഹ് പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അള്ളാന്റെ ഹബീബിനെ തൊട്ടപ്പോ അള്ളാഹ് അങ്ങ് പറയാൻ തുടങ്ങി, കൈഫ കാന ഹലാക്ക് ഉമ്മി അബി ജമീൽ. ഉമ്മു ജമീൽ എങ്ങനെ ഹലാക്കായി പോയി, നശിച്ചു പോയത്? വിഷർമിക്കുന്നതിനിടയിൽ മലക്ക് പിന്നിൽ വന്നു കയറി വലിച്ചു ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. അല്ല, ഒരു അറ്റാക്ക് കൊടുക്കാൻ വയ്യാത്തതുകൊണ്ടല്ല, ആ മലക്കിന് ആ കൂലിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാണ്ട് സ്നേഹിച്ച മലക്കൈക്കാലം. അപ്പം ആ മലക്കിന് ആ കൂലിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അപ്പണി ചെയ്തു. നമ്മൾ കാരണങ്ങൾ കണ്ടെത്തണം. അള്ളാഹു കാക്കട്ടെ. തമാശ പറഞ്ഞതാട്ടോ. അൽ വാജിബുൽ മൻസിലിയു, ഗ്രഹപാഠം ഇതാണത്. നുഇദ്ദു ഫിഖറതൻ അൻ തബാബി അബീ ലഹബ് അൻ
നമുക്കൊരു ഉപദേശമുണ്ട്. ആദ്യം നമ്മളൊരു പാഠം ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, അത് നല്ലോണം നോക്കണം. ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തെറ്റ് വരും. ഇപ്പോൾ കണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് സോസ് അടിച്ചണം. അപ്പം എന്താ പറഞ്ഞ് അബൂലഹബിന്റെ ഓന്റെ കെട്ടിയോളിയും ആ നാശത്തെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഒരു ഫക്കർ പറയാം. എന്താണ്? ഒരു ഖണ്ഡിക തയ്യാറാക്കാനാ. പറഞ്ഞതന്നെ പറയല്ലേ, എൻ്റെ പൊന്നു മക്കളെ നിങ്ങളെ എത്തും കൊണ്ട് ഉഷാറാകാനാ, നല്ല മക്കളാകണം കേട്ടോ. അല്ലാ പറഞ്ഞു നോക്കല്ലേ നമ്മള്. ബദർ യുദ്ധം കഴിഞ്ഞ് 7 രാത്രി കൊണ്ട് തന്നെ അബൂലഹബിന് പകരുന്ന മാരകമായ രോഗം പിടിപെടുകയും ദുർഗന്ധം വമിച്ചപ്പോൾ അവൻ്റെ കുടുംബം അവൻ ഒഴിവാക്കി. അപമാനം ഭയന്നപ്പോൾ മക്കയിലെ ഉയർന്ന ചുമരിൽ കൊണ്ടുപോയി ഇരുത്തി കല്ലുകൊണ്ട് എറിഞ്ഞു കൊന്നു. മൂടി എറിഞ്ഞാണ് മൂടി, കല്ലും കൂടെ അങ്ങോട്ട് മൂടി. സംസ്കരിച്ചിട്ടും കൂടി ഇല്ല. കല്ലുള്ള എടുത്തിങ്ങാണ്ട് കുളിപ്പിച്ചിങ്ങാണ്ട് പൊതിഞ്ഞുങ്ങാണ്ട് ഇല്ല. അവൻ്റെ ഭാര്യ വിശ്രമിക്കുന്നതിനിടയിൽ മലക്ക് പിന്നിൽ വന്ന് കയറി വലിച്ചു ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. ആ മിസാലുള്ളതുപോലെ നമ്മളെന്ത് ചെയ്യണം, ഈ മാതൃകയിലുള്ള ഒരു സംഭാഷണം നമുക്ക് എഴുതണം. ഈ മാതൃകയിലാണ് അർ-റസൂലു യാ സ്വഹബാ സ്വബാഹ ഖുറൈശികളൊക്കെ പാടെ വന്നു. അറായിത്തും മിൻ ഹദസ്തുക്കുമെന്നുള്ളത് മുസബ്ബിഹുക്കും മുസിക്കും കുന്തും മുസദ്ദിഖിയ. ഹേയ് ജനങ്ങളെ, ഞങ്ങളോടെ കുടുംബക്കാരെ ഞങ്ങളോട് പറയാം, ശത്രുക്കൾ രാവിലെ വൈകുന്നേരത്തിൽ കൂടി വീണ്ടും നിങ്ങൾ പ്രശംസിക്കുമോ? കാലത്ത് എന്തുകൊണ്ടില്ല, ഉറപ്പായിട്ടും വിശ്വസിക്കും. നമ്മൾ ഇന്ന് വരെ ഇത് പൊള്ളു പറഞ്ഞത് കേട്ടിട്ടില്ലല്ലോ. റസൂൽ ഇനി നദീറുലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പൊള്ളു പറഞ്ഞ കേട്ടിട്ടില്ലല്ലോ, എന്നാ ഞാൻ പറയട്ടെ ഞാൻ നദീറാണ് കേട്ടോ, ബൈന അദാബിൻ ശദീദ്. അപ്പോൾ ഖാല അബൂ ലഹബ്, അപ്പോനെ സ്വഭാവം പുറത്തേക്ക് തബല്ലക്ക് അമാ ജമഅതനാ ഇല്ലാ ലിഹാദാ. തബല്ലക്ക് അർത്ഥം നിങ്ങൾ പറഞ്ഞു തബല്ലക്ക് അമാ ജമഅതനാ ഇല്ലാ ലിഹാദാ. ഇതൊക്കെ പറയാനാണ് ഈ ഒരുമിച്ച് കൂട്ടിയ ആൾക്കാരൊക്കെ പാട് കിടക്കപ്പായി നീച്ചു വന്നത്. ഇതൊക്കെ പറയാനാണ് ഒരുമിച്ച് കൂട്ടിയത്. ഖാല തആലാ, ഹബീബിനെ തൊട്ടപ്പോൾ അല്ലാഹ് പറഞ്ഞു തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. പിന്നെ അബൂലഹബിനാണ് സർവനാശവും. തബ്ബത് യദാ അബീ ലഹബ്, അബൂലഹബിൻ്റെ കൈ നശിച്ചു എന്നല്ല അർത്ഥം. അവിടെ ഒരു മനുഷ്യൻ്റെ മെയിൻ അവയവം കൈ തന്നെ. കൈയില്ലെങ്കിൽ എന്തിനു പറ്റും? അന്യോക്കടാ. അപ്പം കൈ കൊണ്ടാണ് മനുഷ്യന്മാരൊക്കെ ചെയ്യുക. എന്തുണ്ടാക്കണോ കൈ വേണം, കൈയില്ലാത്ത നമുക്കില്ല. അപ്പം അതുകൊണ്ട് ഒരു മുഖ്യ അവയവം പറഞ്ഞു. ആ സാധനം നശിച്ചിട്ടുണ്ട്. ആ സാധനം നശിച്ചു പോയിട്ടുണ്ട്. അള്ളാഹ് സീരി കുത്തി കഴിഞ്ഞാൽ പിന്നെ നടക്കും, ഉറപ്പായിട്ട് നടക്കും. നടന്നും ചെയ്തില്ലേ? നമുക്ക് ഉണ്ടാക്കിയോണേ. അർ-റസൂൽ യാഹ്ല മക്ക, മക്കക്കാരെ ഫജിതമാഅത്തിലെ ഖുറൈശ് ഹൽ തഅലമൂന അന്നല്ലാഹ വാഹിദുൻ ലാ ശരീക ല. നിങ്ങൾക്കറിയില്ലേ അല്ലാഹ് ഏകനായ, പങ്കുകാരില്ലാത്ത ഏകനാണെന്നറിയില്ലേ? ഖാലത്ത് ഖുറൈശ് ലാ നഹ്നു നഅബുദുൽ അസ്നാമ കമാ അബദ്നാഹ ആബാഉനാ അബദഹ ആബാഉനാ. അല്ലാഹ് ഏകനാന്നറിയൂല ഞങ്ങൾക്ക്. ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കല്, ഞങ്ങളെ ഉപ്പമാരങ്ങനെ ആരാധിച്ചിട്ടുണ്ട്. അർ-റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ തഅഖിലൂന അന്ന ഹാദിഹിൽ അസ്നാമ ലാ തദുറു വലാ തൻഫഉ. അറിയില്ലേ നിങ്ങൾക്ക്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഈ ബിംബങ്ങൾ നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യില്ലല്ലോ. നിങ്ങൾക്ക് രോഗം വന്നാൽ മാറ്റാൻ ഈ ബിംബങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ കഴിയുമോ? അതല്ല നിങ്ങൾ എന്തെങ്കിലും കാട്ടിയാൽ തിരിച്ചാക്രമിക്കാൻ കഴിയുമോ? ഉപകാരവും ചെയ്യാൻ കഴിയില്ല, ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. ഖുറൈശിലൊക്കെ ദേഷ്യം പിടിച്ചു. അതുരീദു അൻ തസ്രിഫന അൻ ദീനി ആബാഇന. ഈ എന്തിനാ വന്നിക്കണേ? ഞങ്ങളെ ഉപ്പാപ്പമാരെ ദീനത്തോട് തെറ്റിക്കാനോ? ഞങ്ങളെ ഉപ്പാപ്പമാരെ ദീനത്തോട് തെറ്റിക്കാൻ വന്നാ നീ? പോടാ നീ നിന്റെ പാട്ടിന്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി അദ്ഉകും ഇലാ തുഅത്തില്ലാഹി വഹദാ ഫഹുവൽ ഖാലിഖുൽ ഖദീർ. ഞാൻ തെറ്റിക്കാൻ വന്നോളൊന്നുമല്ലേ,
ഞാൻ വന്നത് അള്ളാഹുവിന് മാത്രം വഴിപ്പെടാനും നിങ്ങളെ ക്ഷണിക്കാനാണ്. അള്ളാഹനെ മാത്രം വഴിപ്പെടണമെന്ന് ആശയത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വന്നതാണ്. അള്ളയാണ് കേട്ടോ സൃഷ്ടിക്കുന്നവനും പരിപൂർണ കഴിവുള്ളവനും അള്ളയാണ്. വിശദീകരിക്കാൻ നേരമില്ല, അപ്പം തന്നെ 15 മിനിറ്റ് 16 മിനിറ്റൊക്കെ ആയി തുടങ്ങി. അള്ളാഹുവേ നീ കബൂലാക്കണേ അള്ളാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അള്ളാഹ്, നല്ല ഓർമ്മ തരണേ അള്ളാഹ്. ഞങ്ങളെ ഈ പ്രായം റബ്ബേ തെറ്റിലേക്ക് ഒഴുകുന്ന പ്രായമാണ്. ഈ സമയം നിന്റെ ഇൽമിൻ്റെ മുമ്പിൽ ഞങ്ങളെ നീ പിടിച്ചിരുത്തിയല്ലോ റബ്ബേ, ലക്കൽ ഹംദു ഹംദൻ കസീറാ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അള്ളാഹ്. അവർക്കുള്ള സർവ്വ രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളെ ഉസ്താദുമാർ റബ്ബേ അവർക്ക് ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ അള്ളാഹ്. ഗുരുനാഥന്മാരിലും മാതാപിതാക്കളിലും മരണപ്പെട്ടവരുടെ ഖബർ നീ സ്വർഗാക്കണേ അള്ളാഹ്. ജന്നാത്തുൽ ഫിർദൗസിന്റെ പരിമളമുള്ള ഖബറുകളാക്കണേ അള്ളാഹ്. റബ്ബേ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാവി നീ സുരക്ഷിതമാക്കി തരണേ അള്ളാഹ്. മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. السلام عليكم.